ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ മഹാസമാധി ശതാബ്ദി ആചരണം ചാലപ്പുറം കേസരി ഭവനിൽ നടന്നു. കേസരി സബ് എഡിറ്റർ ഹരികൃഷ്ണൻ ഹരിദാസ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. വേദാന്തത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ കേരളീയ നവോത്ഥാനത്തിന് രൂപം കൊടുത്ത ശ്രീമദ് ചട്ടമ്പി സ്വാമികളുടെ സംഭാവനകൾ ആധ്യാത്മിക മേഖലയിൽ മാത്രമായിരുന്നില്ല. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹം വെളിവാക്കുന്ന കൃതികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാലഹരണപ്പെട്ടുവോ എന്ന് സംശയിക്കുന്ന വിഷവൈദ്യം മുതൽ സാമൂഹിക പ്രസക്തിയുള്ള സ്ത്രീ സമത്വവാദവും ഭാഷാശാസ്ത്ര പഠനവും എല്ലാമായി പരന്നുകിടക്കുന്ന വിഷയങ്ങളിൽ സ്വാമികളുടെ അഭിപ്രായങ്ങളും ഉൾക്കാഴ്ചകളും നാം പഠന വിഷയമാക്കേണ്ടതുണ്ട്. 1924 മെയ് 5 അദ്ദേഹത്തിന്റെ മഹാസമാധി. യുഗപ്രഭാവനായ ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധിയുടെ 100ാം വാർഷികം കോഴിക്കോട്ട് ആചരിച്ചു. ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ കേസരി സബ് എഡിറ്റർ ഹരികൃഷ്ണൻ ഹരിദാസ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹം കല്ലടക്കുറിശ്ശിയിൽ സ്വാമിയെ കൊണ്ടുപോയി 5 വർഷത്തോളം ഗുരുകുല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചു. അക്കാലത്ത് വേദാംഗങ്ങൾ, വേദാന്തം, സംഗീതമൊക്കെ അദ്ദേഹം അവിടെയും അഭ്യസിച്ചു. മുത്തുസ്വാമി ദീക്ഷിതരുടെ പരമ്പരയിൽപ്പെട്ട ഒരു സംഗീത ശാഖ അവിടെ ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കണമെന്നാണ് അനുമാനിക്കുന്നത്. കൂടാതെ തമിഴ് ശൈവ സിദ്ധാന്തം വളരെ അഗാധമായ ആഴത്തിൽ പഠിക്കുവാൻ ആ കാലത്ത് കുഞ്ഞമ്പിള്ളയ്ക്ക് സാധിച്ചു. ഈ സുബ്ബാജടാപാടിയുടെ കീഴിൽ വേദാന്തം, തമിഴ് ഗ്രന്ഥങ്ങൾ ഇതെല്ലാം 5 വർഷം അദ്ദേഹം വ്യാകരണം പഠിച്ചു. വ്യാകരണം പഠിച്ചത് ഒരു അപ്പാത്തിരി അയ്യർ എന്ന് പറഞ്ഞൊരു പണ്ഡിതനിൽ നിന്ന് അവിടുന്ന് പഠിച്ചത്. പിന്നെ മധുരൈ കുപ്പാചാര്യൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവിൽ നിന്ന് അദ്ദേഹം കുറച്ച് വേദാന്ത കൃതികളും ഒക്കെ പഠിച്ചു. പിന്നെ വളരെ പ്രശസ്തനായ കൊടകനല്ലൂർ സുന്ദരസ്വാമികൾ എന്നൊരു അവധൂതൻ, അദ്ദേഹത്തെ അന്നത്തെ ശൃംഗേരി ശങ്കരാചാര്യർ പോലും മഹാത്മാവെന്ന് വിശേഷിപ്പിച്ച കൊടകനല്ലൂർ സുന്ദരസ്വാമികളെ കാണാനും സുന്ദരസ്വാമികളിലൂടെ തീർത്ഥാടനം ചെയ്യുവാനും ഒക്കെ കുഞ്ഞമ്പിള്ളയ്ക്ക് ആ കാലത്ത് സാധിച്ചു. കാര്യദർശി അഡ്വക്കേറ്റ് വി ജി മോഹൻകുമാർ, ഡോക്ടർ PC മധുരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.